heat and thermodynamics. ഇപ്പം യൂണിറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാർനോട്ട് സൈക്കിളാണ്. കാർനോട്ട് സൈക്കിള് ആൻഡ് ഡെറിവേഷൻ ഓഫ് ഇറ്റ്സ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാണ് ചോദ്യം. ഒരു എസ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഡിസ്കസ്, അല്ലെങ്കിൽ എഫിഷ്യൻസി എന്താണ്, ഒരു ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടൈം അറിയാവോ? എഫിഷ്യൻസി എന്താണെന്ന് അർജുൻ എഫിഷ്യൻസി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു എൻജിന് 3 ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സോഴ്സ് ഉണ്ട്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ ഒരു സിങ്ക് ഉണ്ട്. അതറിയാവുന്നതാണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ പെട്ടെന്ന്. ഇത് കേട്ടിട്ടുണ്ടോ? ഒരു കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് സോഴ്സ്, ഒന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ്, ഒന്ന് സിങ്ക്. അപ്പൊ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഹീറ്റ് വേണം. ലെറ്റ് Q1 ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇപ്പൊ ഹീറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? Q. Q1 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ സോഴ്സിൽ കൊടുത്തിരിക്കുകയാണ്. ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇപ്പം ഇതിനകത്തുനിന്ന് Q1-നകത്തുനിന്ന് കുറച്ച് ഹീറ്റ് എടുത്ത് അവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റിൻ്റെ അളവ് കുറഞ്ഞു പോയല്ലേ? ശരിയല്ലേ? സ്വാഭാവികമായിട്ട് Q1 ഒരു ഇത്ര ജൂള് ഹീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ചെടുത്ത് വർക്ക് ചെയ്താൽ മിച്ചം കുറച്ച് കുറഞ്ഞു പോകും. ദ റിമൈനിങ് ക്വാണ്ടിറ്റീനെ നമ്മൾ Q2 എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്നാൽ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി എത്രയായിരിക്കും ഗോപിക? വ്യത്യാസപ്പെട്ട ഹീറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? Q1 minus Q2. വെരി ഗുഡ്. ദ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോരും കേട്ടോ, സമയം പോലെ. ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് അങ്ങനെ ഉള്ള മെത്തേഡാണ് ഏറ്റവും നന്നായി പഠിക്കുക. അപ്പോൾ Q1 മൈനസ് Q2 എന്നായി അല്ലേ? സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഈറ്റ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഈറ്റ ഈസ് ദ എഫിഷ്യൻസി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ അപ്ലൈ ചെയ്ത ഹീറ്റ്. അപ്പോൾ ഓരോ ടൈമിനെയും വെട്ടിക്കളഞ്ഞാൽ എങ്ങനെ പറ്റും ഗൗതം? Q1-നെ Q1 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ആർഷ, നമ്മൾ Q1-നെ Q1 കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ എത്രയാവും? 1 ആവും. 1 മൈനസ് Q2 ബൈ Q1. ദിസ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ. ക്ലിയർ ആയോ ടൈം? അതായത് ഒരു ഹീറ്റ് എൻജിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ Q1 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിലേക്ക് കൊടുത്തു. ആ സോഴ്സ് എന്ത് ചെയ്തു? ആ സോഴ്സിൽ ആ ഹീറ്റ് ഉണ്ട്, സോറി, അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വർക്ക് ചെയ്തു. സം പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ്. പിന്നെ റിമൈനിങ് ആയ ഹീറ്റാണ് Q2 എന്നിരിക്കട്ടെ. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി എത്രയാണ്? Q1 മൈനസ് Q2. Therefore, eta efficiency is equal to, ഈ Q1 മൈനസ് Q2-നെ തന്നെ നമുക്ക് വർക്കുന്നോടെ വേണം എഴുതത്തില്ലേ? ശരിയല്ലേ? ചേഞ്ച് ഇൻ വർക്ക് എത്രയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് Q1 മൈനസ് Q2. അപ്പോൾ വേണമെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് തന്നെ W ഡിവൈഡഡ് ബൈ Q1 എന്നും കൂടെ എഴുതാം. സോ അതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ഇക്വേഷൻ. ഈറ്റ ഓർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു W ബൈ Q1, or that is equal to Q1 minus Q2 divided by Q1, or that is equal to 1 minus Q2 divided by Q. Next we are going to discuss Carnot engine or Carnot cycle.
കാർനോട്ട് എൻജിൻ. അപ്പോൾ ഒരു കാർനോട്ട് എൻജിന് ഏതൊക്കെ പാർട്ടുകൾ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു സോഴ്സ് വേണം, ഒരു സിങ്ക് വേണം, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് വേണം, പുതിയതായിട്ട് ഒരെണ്ണം അവിടെ വേണം, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അപ്പോൾ ആദ്യം ഡിഫൈൻ ചെയ്യാം കാർനോട്ട് എൻജിൻ. കാർനോട്ട് എൻജിൻ, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ എൻജിൻ. നിങ്ങൾ കെമിസ്ട്രിക്കാരല്ലേ, അപ്പം നിങ്ങൾക്ക് ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലേ? ഐഡിയൽ എൻജിൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ശരിക്കും ഇത് കാർനോട്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് തിയററ്റിക്കലായിട്ട് പ്രപ്പോസ് ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ എൻജിൻ വിത്ത് എഫിഷ്യൻസി ഈക്വൽ ടു 1. എഫിഷ്യൻസി 1 ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഈറ്റ എത്രയാകും? 1 ആകും. ഈറ്റ 1 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുന്നത് 1 ആവും. അല്ലെങ്കിൽ 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുന്നത് 1 ആവും. ഇത് 1 ആകണമെങ്കിൽ ഈ ടേം 0 ആയി പോകണം. ഈ ടേം 0 ആകുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, Q2 0 ആകും. Q2 0 ആകുക എന്ന് പറഞ്ഞാൽ കൊടുത്ത Q1 മുഴുവൻ ആ കാർനോട്ട് എൻജിൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു. അതാണ് അതിൻ്റെ അർത്ഥം. സോ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ എൻജിൻ വിത്ത് ഈറ്റ ഓർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1. So eta is equal to 1 such that Q1 minus Q2 by Q1 equal to 1, or 1 minus Q2 by Q1 equal to 1, or Q2 is equal to 0. The complete heat energy is converted to or used for the work. The complete heat energy used for the work. So next നമുക്ക് ഇതിൻ്റെ different parts of Carnot engine. ആക്ച്വലി 4 പാർട്ടാണ് നമ്മൾ പറയണത്. ഞാൻ പറഞ്ഞ പോലെ സോഴ്സ്, സിങ്ക്, സ്റ്റാൻഡ്, വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒന്ന് സോഴ്സ് എന്ന് എടുക്കാം. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഴ്സ് ആണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ടു ഡു ദ വർക്ക്. സോ അതിനെ നമ്മൾ ഹീറ്റ് റിസർവോയർ എന്ന് പറയും. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്നാ? ഹീറ്റ് റിസർവോയർ അല്ലെ, നമ്മൾ വാട്ടർ റിസർവോയർ എന്നൊക്കെ പറയല്ലേ, വെള്ളം സംഭരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ ഒക്കെ കേസിലൊക്കെ നമ്മൾ പറയുന്ന പോലെ നല്ല അല്ലെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് തരാൻ സാധിക്കുന്ന പാർട്ട് ഓഫ് കാർനോട്ട് എൻജിൻ ഓർ എൻജിൻ, ഹീറ്റ് എൻജിനാണ് ഹീറ്റ് റിസർവോയർ സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹീറ്റ് റിസർവോയർ വിത്ത് ഹൈ ടെമ്പറേച്ചർ T1. ഇതിന്റെ ഫിഗർ ഞാൻ വരച്ച് കാണിക്കാം, ഇച്ചിരി ശ്രദ്ധിക്കണം. ഇതിപ്പം ഇതാണ് നമ്മുടെ സോഴ്സ് എന്നിരിക്കട്ടെ. ടെക്സ്റ്റ് ബുക്കെ കണ്ടാൽ എല്ലാം ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇവിടം, ഈ വശം, ഈ സൈഡ്, ഈ 3 സൈഡും ഇൻസുലേറ്റിംഗ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്നാ? ഈ 3 സൈഡിലൂടെ ഹീറ്റ് എനർജി പുറത്തു പോയില്ല. ഇനിയിപ്പോൾ ഏത് സൈഡ് മാത്രമേ ഉള്ളൂ? ഈ ഒരു വശം മാത്രം, ടോപ്പ് സൈഡ്. ഈ ഒരു വശം മാത്രം എന്നതാണ്? കണ്ടക്റ്റിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് ഹീറ്റ് എപ്പോഴെങ്കിലും ഒരു ബോഡിക്ക് എടുക്കണമെങ്കിൽ ആ ബോഡി എവിടെ കൊണ്ടേ വെച്ചാൽ മതി? ഇതേലോട്ട് മുട്ടിച്ച് ഇവിടെ വെച്ചാൽ മതി. മനസ്സിലായി അതിൻ്റെ ആവശ്യം? ഈ വാളെല്ലാം ഇൻസുലേറ്റിംഗ് വാളായിരിക്കും.
ഇത് ഹൈ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് എനർജി തരുന്ന പാർട്ട് ഓഫ് ഹീറ്റ് എഞ്ചിൻ, ദാറ്റ് ഈസ് കോൾഡ് സോഴ്സ്. സെക്കൻഡ് വൺ, സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ചൂടുള്ള ഒരു അല്ല ഹീറ്റ് റിസർവോയർ. എപ്പോഴെങ്കിലും നമുക്ക് ഇതിൻ്റെ കാർനോട്ട് സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ വീണ്ടും ഒരു കോൾഡ് റിസർവോയർ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ പാർട്ട് പഠിക്കാം, വർക്കിംഗ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഇറ്റ് ഈസ് എ കോൾഡ് റിസർവോയർ, റിസർവിയോർ വിത്ത് ലോ ടെമ്പറേച്ചർ T2. ടെമ്പറേച്ചർ കുറവാണ് ആർക്ക്? സിങ്കിന്. ടെമ്പറേച്ചർ കൂടുതലുള്ളത് സോഴ്സ്, ടെമ്പറേച്ചർ കുറവുള്ളത് സിങ്ക്. ഇത് ഇതുപോലെ തന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ് കൊണ്ടുപോയി വെക്കേണ്ട അതേ രീതിയിൽ തന്നെയുള്ള ഫിഗറാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഫിഗറും വരയ്ക്കാം. അതിനും ഒരു സൈഡ് കണ്ടക്റ്റിംഗ് ആയിരിക്കും, ബാക്കി 3 സൈഡ് ഇൻസുലേറ്റിംഗ് ആണ്. ഈ 3 വശങ്ങൾ അതിൻ്റെ ഇൻസുലേറ്റിംഗ് ആണ്. ഇത് ഇൻസുലേറ്റിംഗ് വാളാണ് ഈ വശങ്ങളെല്ലാം. ഇത് കണ്ടക്റ്റിംഗ് വാളാണ്. ഇതിനെ നമ്മൾ സിങ്ക് എന്ന് പറഞ്ഞു. ഇതിന്റെ ടെമ്പറേച്ചർ T2 ആണ്, അത് ചെറുതാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T2 അല്ലെങ്കിൽ T1 ഈസ് ഗ്രേറ്റർ ദാൻ T2 or T2 ഈസ് ലെസ് ദാൻ ടു ദാറ്റ് ഓഫ് T1. അപ്പോൾ ദീസ് ആർ ദ മേജർ 2 പാർട്സ്. ഒന്ന് സോഴ്സ്, 2 സിങ്ക്. തേർഡ് വൺ വർക്കിംഗ് സബ്സ്റ്റൻസ്. തേർഡ് വൺ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്യാസ് ആണ് ഇവിടെ. പെട്രോൾ വണ്ടിയാണെങ്കിൽ അതിനകത്ത് പെട്രോളിയം ഗ്യാസ്, പെട്രോള് ചൂടാക്കി കത്തിച്ച് ഗ്യാസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഡീസലാണ് ഡീസൽ. അപ്പം ഇറ്റ് ഈസ് ഒരു ഗ്യാസിന്റെ ഒരു ചേംബറിൽ സൂക്ഷിച്ചിരിക്കണം. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഗ്യാസ് ഒരു പിസ്റ്റണുമായി ബന്ധിപ്പിച്ച് ഇതിലോട്ട് കൊടുത്തേക്കുക. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്നാ? ഈസിലി മുകളിലോട്ട് പൊക്കിയെടുക്കാനും താഴത്തോട്ട് താഴ്ത്താനും പറ്റുന്ന ഒരു പിസ്റ്റൺ. ഇത് ഈ ബ്രൗണിഷ് അല്ലെങ്കിൽ ആ കാപ്പിപ്പൊടി കളറുള്ള ഈ ഭാഗം ഇരിക്കട്ടെ. അതിനകത്ത് നമ്മളൊരു ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ബോട്ടമാണ് കണ്ടക്റ്റിംഗ്, ഈ വശം കണ്ടക്റ്റിംഗ്. നോക്കിക്കേ, ഈ വശം കണ്ടക്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഇതിനെ ഇവിടെ കൊണ്ട് ഇതിലോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ സോഴ്സിൽ നിന്ന് ഇതിന്റെ ഇങ്ങോട്ട് ഇവിടെ ബോട്ടം സൈഡിൽ ചൂട് കിട്ടും. അതുപോലെ ഇതിനെ എപ്പോൾ തണുപ്പിക്കണം, അപ്പൊ ഇതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തണുത്ത സിങ്കെ വെച്ച് കഴിയുമ്പം ചെറിയ ടെമ്പറേച്ചർ ഇതിന് കിട്ടും. അപ്പം ഇതിന്റെ ഹീറ്റ് കുറയും. സോ ഇതിന്റെ മറ്റ് 2 സൈഡുകൾ ഇൻസുലേറ്റിംഗ് ആയിരിക്കും. ഈ വശവും ഇൻസുലേറ്റിംഗ് ആയിരിക്കും, ഈ വശവും ഇൻസുലേറ്റിംഗ് ആയിരിക്കും. So these are insulating walls, both are sides, and it is a gas filled with the help of a piston
പിസ്റ്റന്റെ പ്രത്യേകത എന്നാ നമ്മൾ പറഞ്ഞത്? ഈ പിസ്റ്റണ് ആവശ്യം അനുസരിച്ച് മുകളിലേക്ക് മൂവ് ചെയ്യും, താഴേക്കും മൂവ് ചെയ്യാം, താഴത്തേക്കാണ് താഴത്തേക്ക് മൂവ് ചെയ്യാം. സോ ഡെഫിനിഷനായിട്ട് നമുക്ക് എങ്ങനെ പറയാം? എ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് എ സിലിണ്ടർ. ഇറ്റ് ഈസ് എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഇതിന് ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാകില്ല, എവിടെയെങ്കിലും തട്ടി നിൽക്കുക അങ്ങനെ ചെയ്യില്ല, നമുക്ക് ഈസിലി മൂവ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഈസ് എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് frictionless piston. ആദിത്യരാജേ, നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് ഫ്രിക്ഷൻലെസ് piston enclosing a perfect gas. Enclosing a perfect gas. Enclosing a perfect gas. ഈ പെർഫെക്റ്റ് ഗ്യാസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇനി നോക്കിയേ, ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ഈ കണ്ടക്റ്റിംഗ് ബോട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ സോഴ്സിൽ നിന്ന് ഇതിനൊരു ടെമ്പറേച്ചർ കിട്ടും അല്ലേ? ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, പിസ്റ്റൺ എന്നാ പറ്റും? മുകളിലേക്ക് ഉയരും. ഇനി അതേ സാധനത്തിന് ഇവിടെ കൊണ്ടുപോയി വെച്ചാലോ? ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, ആ ഗ്യാസിന്റെ എന്നാ പറയണേ, ഡെൻസിറ്റി കുറഞ്ഞിട്ട് ആ പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈസിലി മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ഗ്യാസ് ഒരു പിസ്റ്റൺ കൊണ്ട് ഇത് ചെയ്തിരിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, മേജർ പാർട്ടായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം പറയണം. സോഴ്സ് ഉണ്ട് ഹൈ ടെമ്പറേച്ചർ തരുന്നത്, സിങ്ക് ഉണ്ട് ലോ ടെമ്പറേച്ചർ തരുന്നത്. ഇനി നോക്കിയേ, ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ടോപ്പ് ഈ രണ്ട് ടോപ്പിലേക്കാണ് നമുക്ക് ഇവന്റെ ബോട്ടം കൊണ്ടുപോയി വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെ രണ്ട് ടോപ്പും കണ്ടക്റ്റിംഗ് ആയിരിക്കണം, ഇതിന്റെ ബോട്ടവും കണ്ടക്റ്റിംഗ് ആയിരിക്കണം. ഒരു പാർട്ടോടെ ഉണ്ട്, ദ ഫോർത്ത് വൺ സിമ്പിൾ, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അതായത് എപ്പോഴെങ്കിലും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്കിത് ഇറക്കി വെക്കണം, ഈ വശം ഇറക്കി വെക്കണം, എന്നാൽ അതിനകത്ത് ചൂട് പോവുകയും ചെയ്യും. സോ വൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും എഴുതണ്ട, എ പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് സ്റ്റാൻഡ് ആയിരിക്കും. നമ്മൾ മുമ്പേ വരച്ച പോലത്തെ ഒരു ചതുരായിട്ട് ഫിഗർ വരയ്ക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുമ്മാ എല്ലാ വശവും ഹീറ്റ് ഒരിക്കലും കടത്തി വിടിയല്ല. വരച്ചപ്പോൾ അത് മാറിപ്പോയി കേട്ടോ, സോറി. So that is a perfectly insulator. ആ സ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. അത് ഈ പറയുന്നത് പോലെ യാതൊരു കാരണവശാലും നമ്മളുടെ ഹീറ്റിനെ കടത്തിവിടിയല്ല. അപ്പൊ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെയ്യുന്ന സമയത്ത് ഈ സോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്ക് സബ്സ്റ്റൻസ് ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ ഇവിടെ വെച്ചാൽ മതി, ശരിയല്ലേ? ഇത് ഇൻസുലേറ്റിംഗ് ആയതുകൊണ്ട് ഹീറ്റ് അങ്ങോട്ട് പോയാലല്ല, നഷ്ടപ്പെടില്ല. ഇവിടെ വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ കിട്ടും, അപ്പൊ ഇത് മുകളിലേക്ക് ഉയരും, വർക്ക് ചെയ്യും. തിരിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ആണ്, തിരിച്ച് പിസ്റ്റൺ താഴേക്ക് വരും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും
സംഭവിക്കില്ല. ആക്ച്വലി ദീസ് ആർ ദ 4 പാർട്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ ഓർ കാർനോട്ട് എൻജിൻ. ഇതാണ് ഒരു കാർനോട്ട് എൻജിൻ്റെ പ്രധാന ഭാഗങ്ങൾ. മനസ്സിലായോ?